ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ആരോഗ്യം. ഈമാനിന് ശേഷം ഏറ്റവും വലുത് ആരോഗ്യമാണ്. ആ ആരോഗ്യത്തെ സംരക്ഷിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. ശരീരത്തെ അപകടത്തിലാക്കുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ശരീരം നമ്മുടെ ഉടമസ്ഥതയിലല്ല, അത് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്. നമ്മുടേതല്ല നമ്മുടെ ശരീരം, അള്ളാഹുവിൻ്റെതാണ്. അപ്പോ അതിനെ നാം അള്ളാഹു പറഞ്ഞതുപോലെ മാത്രമേ കൊണ്ടു നടക്കാൻ പാടുള്ളൂ. ശരീരത്തിന് അപകടമുണ്ടാക്കുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കൽ, അതുപോലെ അപകടമുണ്ടാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പുകവലി, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ശരീരത്തിന് അപകടമുണ്ടാകുമോ അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നിഷിദ്ധമാണ്. ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞതാണ്, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ നാശത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. വഅഹ്സിനൂ, നിങ്ങൾ നല്ലതുപോലെ അതിനെ പരിചരിക്കണം, നല്ലതുപോലെ കെയർ ചെയ്യണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അങ്ങനെയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിനോട് നമ്മൾ എപ്പോഴും ആഫിയത്തിനെ ചോദിക്കണം. സല്ലല്ലാഹൽ മുആഫാത്ത്, നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യത്തെ ചോദിക്കണം. ഫഇന്നഹു ലം യുഅത അഹദുൻ ബഅദൽ യഖീനി ഖൈറൻ മിനൽ മുആഫാത്ത്. കാരണം ഈമാനിന് ശേഷം, യഖീനിന് ശേഷം ആഫിയത്തിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ ഉത്തമമായ ഒന്നും ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. അപ്പൊ അള്ളാഹുവിനോട് എപ്പോഴും അള്ളാഹു ആഫിയത്ത് നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. ശരീരത്തെ നാം പരിചരിക്കുകയും വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി പറഞ്ഞു, മാ മിൻ ദഅവത്തിൻ യദ്ഉ ബിഹൽ അബ്ദു അഫ്ളല മിൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ. ഈ ഒരു പ്രാർത്ഥനയേക്കാൾ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയും ഒരടിമയും ചെയ്യുന്നില്ല. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, നിന്നോട് ദുനിയാവിലും ആഖിറത്തിലും സുഖത്തെ, ആഫിയത്തിനെ ഞാൻ ചോദിക്കുന്നു. ഇത് നമ്മൾ ദുആ ചെയ്യാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ മുആഫാത ഫിദ് ദുനിയ വൽ ആഖിറ. രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം, നമ്മുടെ ആരോഗ്യം നാം നിലനിർത്തണം. അനാവശ്യമായി നാം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു നമുക്ക് നല്ല ആഫിയത്ത് നൽകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് നീക്കം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ.